പറമ്പിൽ കൂടി നമുക്കൊപ്പമുണ്ട്. MP ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ, മൻമോഹൻ സിംഗിൻ്റെ വിയോഗം, അദ്ദേഹം ഇപ്പോൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിലത്ര സജീവമല്ലെങ്കിൽ കൂടിയും കോൺഗ്രസ് പാർട്ടിക്ക് എക്കാലം ഒരു ഉപദേശകനായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതൊരു വലിയ വിടവാണ്. ഒപ്പം അദ്ദേഹം മുൻ പ്രധാനമന്ത്രി എന്ന നിലത്തിൽ നടത്തിയ ഇടപെടൽ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാം. താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു? കേവലം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, ഈ രാജ്യത്തിനും ലോക സാമ്പത്തിക രംഗത്തിനും തന്നെ തീർത്താൽ തീരാത്ത നഷ്ടമായിരിക്കും അദ്ദേഹത്തിന്റെ വിയോഗം എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഞാൻ പറഞ്ഞു, ഇതുപോലൊരു ലെജൻഡ്, ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയാവുന്ന തരത്തിൽ, നമ്മൾ ഈ നിറകുടം തുളുമ്പില്ല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു വെക്കാറില്ലേ, അത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു പൊതുപ്രവർത്തകൻ, ഒരു എക്കണോമിസ്റ്റ്, ഒരു വിഷണറി ഡെവലപ്മെന്റ് അജണ്ട ഈ രാജ്യത്തിന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാൾ. എങ്ങനെയൊക്കെ നമുക്ക് മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കാൻ സാധിക്കുക? അത്രയും ഡെപ്തിൽ ഇന്ത്യയുടെ, മോഡേൺ ഇന്ത്യയുടെ ഒരുപക്ഷെ 90-കൾക്ക് ശേഷം നാം കാണുന്ന മാറ്റങ്ങളുടെ റിയൽ ആർക്കിടെക്ട് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയാവുന്നത് മൻമോഹൻ സിംഗിനെയല്ലേ. ഒരു വശത്ത് നമ്മുടെ എക്കണോമിയെ ലിബറലാക്കി ഈ നാടിന്റെ എക്കണോമി വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരുന്ന കാലത്ത് നിന്ന് ഇന്ന് ലോകത്ത് മറ്റെല്ലാ എക്കണോമികളും തകർന്ന് തരിപ്പണമാവുന്ന ഒരു കാലത്ത് പോലും ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പോലും അടച്ചുപൂട്ടേണ്ട ആവശ്യം വരാത്ത തരത്തിൽ നമ്മുടെ എക്കണോമിയെ കാത്ത മൻമോഹൻ സിംഗ്. അതേ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഒരു അവകാശമാക്കി മാറ്റുന്നത്, അവർക്ക് തൊഴിലൊരു അവകാശമാക്കി മാറ്റുന്നത്, അവർക്ക് ഭക്ഷണം ഒരു അവകാശമാക്കി മാറ്റുന്നത്, സർക്കാരിന്റെ ഭരണപരമായ കാര്യങ്ങളിലേക്കുള്ള ഇൻഫർമേഷൻസിനെ, വിവരങ്ങൾ ജനങ്ങൾക്ക് അവകാശമാക്കി മാറ്റുന്നത്. അപ്പൊ ഒരു വശത്ത് നാടിനെ പതിറ്റാണ്ടുകൾ ദീർഘവീക്ഷണത്തോടെ മുന്നിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ, മറുവശത്ത് സാധാരണക്കാരെ മറക്കാതെ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ന്യായമായ ആവശ്യങ്ങളെ അവകാശമാക്കി മാറ്റിയ സാധാരണക്കാരന്റെ പ്രധാനമന്ത്രി. ഇത്രയും നല്ലൊരു കോമ്പിനേഷൻ, ഇത്രയും നല്ലൊരു മിക്സ് ഈ രാജ്യത്തിന് വേറെ ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും, അതുപോലെ തന്നെ ഒരു കറകളഞ്ഞ ഭരണഘടനാവാദി, ഒരു മതേതരവാദി, ഒരിക്കൽ പോലും തന്റെ നാവിൽ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ ജയത്തിന്റെയോ പരാജയത്തിന്റെയോ തകർച്ചയുടെയോ തോൽവിയുടെയോ ഒരു ഘട്ടത്തിലും ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു ശബ്ദവും തന്റെ നാവ് കൊണ്ട് പുറത്തു വരുത്താത്ത ഒരു ഭരണാധികാരി. നിങ്ങൾക്കറിയാം, നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് പരിഹസിക്കപ്പെട്ടപ്പോ, ആക്ഷേപിക്കപ്പെട്ടപ്പോഴൊക്കെ അത്തരം ഒരു എക്കണോമിക് ഡേഞ്ചറിലേക്ക് നാട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച 2 വാക്കുകൾ, കേവലം 2 വാചകങ്ങൾ, ഓർഗനൈസ്ഡ് ലൂട്ട് എന്നും ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ എത്ര കരുത്തോടെയാണ് അതിവിടെ കമ്മ്യൂണിക്കേറ്റ് ആയതെന്ന് നിങ്ങൾക്കറിയാം. അനാവശ്യമായിട്ടുള്ള പൂജ്യങ്ങൾ പെരുപ്പിച്ച കണക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മേലെ, അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതത്തിന്റെ കരിനിഴൽ വീഴ്ത്താൻ ശ്രമിച്ചപ്പോ ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് അനുസ്മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമായൊരു പുത്രൻ, ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളിൽ നമുക്ക് ആദ്യ കുറച്ച് പേരിൽ എണ്ണാൻ കഴിയാവുന്ന ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിന് സംശയമുണ്ട്. ഇന്ന് നാം കാണുന്ന പല മാറ്റങ്ങളുടെയും കരുത്ത് നമുക്കറിയാം. 91-ലെ റിഫോംസ് ആയിരുന്നു. അതിന് ആർജവത്തോടെ അദ്ദേഹം എടുത്ത നിലപാടുകൾ, ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസിന് ഒരു കാലത്തും ഇന്ത്യക്ക് മറക്കാൻ കഴിയില്ല. 90-കൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ, മോസ്റ്റ് മോഡേൺ ഇന്ത്യയുടെ ആർക്കിടെക്റ്റിനെ തിരയുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ പറയേണ്ടത്, അധികാരത്തിന്റെ പദവിയിൽ ഇരിക്കുന്ന സമയത്തും അധികാരത്തിൽ ഒഴിഞ്ഞുന്ന സമയത്തും ഇന്ത്യയുടെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ ഒരു കാലത്തും തന്റെ വാക്കിലോ നിലപാടിലോ പ്രവൃത്തിയിലോ രാജ്യത്തിന് വിഭാഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഒരു കാലത്തും ശ്രമിക്കാതിരുന്ന ഒരു ഭരണാധികാരിയുടെ വില നമ്മൾ 2014 ശേഷം ഓരോ ദിവസവും നമ്മൾ തിരിച്ചറിയായിരുന്നു. ഓരോ ദിവസവും നമുക്കത് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. പിന്നെ ആസ് എ ഡിപ്ലോമാറ്റ്, ആസ് എൻ എക്കണോമിസ്റ്റ്, ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ, ആസ് ദ ഹെഡ് ഓഫ് ദ കൺട്രി സ്റ്റേറ്റ്, എങ്ങനെ എന്തെല്ലാം നിലത്തിലാണ് റിസർവ് ബാങ്ക് തൊട്ട് ഇങ്ങോട്ട് എല്ലാ മേഖലയിലും അറിവും വിവേകവും ദീർഘവീക്ഷണവും അതുപോലെ തന്നെ നേതൃപാഠവും എല്ലാം ഒത്തിണങ്ങിയ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭിമാന പുത്രന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ കാലാതീതമാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയാലും, കാലം എത്ര മറഞ്ഞു പോയാലും, ഈ നാടുണ്ടാക്കുന്ന വളർച്ചയുടെ എല്ലാ പടവുകളിലും അദ്ദേഹം ഇട്ട അടിത്തറ, ആ കല്ലുകൾ, അത് തീർച്ചയായിട്ടും എന്നും നമ്മൾ ഓർക്കും. യെസ്.
വിമർശകർക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു കാലത്ത് എൻ്റെ സാമ്പത്തിക നയങ്ങൾ ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കും, അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. I honestly believe that history will be kinder to me than the contemporary media or for that matter the opposition parties in parliament. I cannot, I think, divulge all the things that take place in the cabinet system of government. I think, taking into account the circumstances and the compulsions of a coalition polity, I have done as best as I could do under the circumstances. That without discussing the merits of Mr. Narendra Modi, I sincerely believe that it would be disastrous for the country to have Narendra Modi as the Prime Minister.